ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ചോറിനും ചപ്പാത്തിക്കും അതുപോലെ തന്നെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു പൊട്ടറ്റോ മസാല ഫ്രൈഡ് റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 3 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഇത് തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വലിപ്പത്തിലും ഷേപ്പിലും നമുക്ക് പൊട്ടറ്റോ കട്ട് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഈ പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പൊട്ടറ്റോ വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പൊട്ടറ്റോ വേവിക്കുമ്പോൾ നല്ലപോലെ വെന്തുടഞ്ഞ് പോകാതെ നിങ്ങൾ സൂക്ഷിക്കണം. ഒരു 1/4 ഭാഗത്തോളം വേവായിട്ടുണ്ട് പൊട്ടറ്റോയ്ക്ക്. ഇത്രയും വെന്താൽ മതി. ഇനി നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി ഇത് വേവും. ഇനി പൊട്ടറ്റോ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ നമുക്ക് തയ്യാറാക്കണം. ബാറ്ററിൽ മുക്കിയിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ബേസൻ പൗഡർ ഇടുന്നുണ്ട്. ഹാഫ് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് അല്പാൽപമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല ഒരു ബാറ്റർ തയ്യാറാക്കാം. ഇപ്പോൾ നമ്മൾ അതിന് വേണ്ട ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊട്ടറ്റോയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ള കാരണം കൊണ്ട് നമ്മൾ ഇതിൽ വേറെ ചേർക്കുന്നില്ല. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുന്നതോടുകൂടി നമുക്ക് ഇതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി പൊട്ടറ്റോ ഓരോന്നായിട്ട് നമ്മൾ ആ ബാറ്ററിൽ മുക്കിയിട്ട് ഈ ഓയിലിലോട്ട് ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോയുടെ 2 ഭാഗം തിരിച്ചു മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഒരു ബാച്ച് നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് അതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചോറിനും ചപ്പാത്തിക്കും അതുപോലെ തന്നെ ചായയുടെ കൂടെ സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു പൊട്ടറ്റോ മസാല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.